എൻ്റെ സഹോദരങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു കാര്യം രഹസ്യം അറിയാമല്ലോ. കാര്യം നിങ്ങൾ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് ഒരു സെക്കൻഡ് ടൈമേ ഉള്ളൂ ഇതിനാവശ്യം. വാരിക്കെട്ടെടുത്ത് ഇത്തരം വിഷയത്തിൻ്റെ ഒരു കാര്യം ദൈവം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ആ സെക്കൻഡിൽ ഇതെല്ലാം പിക്ചർ മൊത്തം മാറും. പക്ഷേ എൻ്റെ മക്കളെ ദൈവം മനസ്സിൽ വെപ്പിക്കണം നിങ്ങൾ. ഇപ്പം ഇന്ന് വെളുപ്പിനെ ഉണ്ടല്ലോ, വെളുപ്പിനെ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം നിങ്ങളെ പ്രതിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ പറയണം, ഈ എബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ റബേക്ക ഇസഹാക്കിന് വേണ്ടി ഒരു വൈഫിനെ കണ്ടെത്താൻ വേണ്ടി എബ്രഹാം ദൂതനെ വിടണ ഭാഗമാണ്. അപ്പോൾ എബ്രഹാത്തിനോട് ദൂതൻ ഉടമ്പടി ചെയ്യും. എബ്രഹാം ദൂതനോട് ഉടമ്പടി ചെയ്യും. എന്തിനാണ്? ഈ വൈഫിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. അപ്പോൾ ഞാൻ കണ്ടെത്തുന്ന സ്ത്രീ ഇങ്ങോട്ട് എൻ്റെ കൂടെ വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ ആ നാട്ടിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, എബ്രഹാം പറയും നോ എന്ന് പറയും. അത് സീരിയസാണ്. ഞാൻ കളഞ്ഞു വിട്ടുപോണ നാട്ടിലോട്ട് എൻ്റെ മകനെ നിങ്ങളെ, ഇതാണ് ഇന്നത്തെ സന്ദേശം. ഇന്ന് ഈ വെളുപ്പിനെ നിങ്ങളോട് എന്ത് പറയണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അതെവിടെയാ? 24:5-6 ഉൽപ്പത്തി 24:5-6 ശ്രുതികണ്ഠ ഹല്ലേലൂയ. 24:5 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോട് കൂടെ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. ദൈവ മനുഷ്യരും ദൈവജീവിതവും എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായൊരു ജീവിതമാണ്. എന്താ പറയണത്? എന്നോട് എൻ്റെ ചാർച്ചക്കാരിൽ നിന്നും എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും അവരുടെ പ്രത്യേക ദൈവമില്ലാത്തൊരു ജീവിതത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയക്കും. ആ സ്ത്രീ നീ കണ്ടെത്തുന്ന എൻ്റെ മകന് വേണ്ടി ജീവിത പങ്കാളി നീ കണ്ടെത്തുന്ന സ്ത്രീ നിൻ്റെ കൂടെ വരും. അതാണ് വിഷയം. അതായത് ഉടമ്പടിയിലുള്ള വിശ്വാസമാണത്. എബ്രഹാം ഉടമ്പടിയിൽ ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ഉടമ്പടിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണ്. കഴിഞ്ഞ ദിവസത്തെ അശ്വതര സാക്ഷ്യം കേട്ടില്ലേ? കർത്താവേ, എനിക്കാകപ്പാട് ആസ്തിയുള്ളത് നിന്നോട് ചെയ്ത ഉടമ്പടി മാത്രമാണ്. അതാണ് സംഭവം. ഉടമ്പടിയിൽ വിശ്വസിക്കണം നമ്മൾ. കാര്യം എന്താണ്? വാഗ്ദാന പ്രകാരമാണ് ദൈവം ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നീ പറയണതൊന്നും അല്ല കാര്യം. ആ സ്ത്രീ നിൻ്റെ കൂടെ പോരാതിരിക്കത്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കണത്. അതുകൊണ്ട് അവൾക്ക് പോരാതിരിക്കാൻ പറ്റത്തില്ല. പോന്നില്ലെങ്കിലോ? അപ്പോൾ എബ്രഹാം പറയും, പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് എപ്പോഴും വളരെ വിഷയം. അതാണ് ഈ പട്ടി സഞ്ചരിക്കുമ്പോഴേ, പട്ടി പോണ കണ്ടില്ലേ? നമ്മുടെ കൂടെ വരുമില്ല, പള്ളിയിലൊക്കെ വരുത്തില്ലേ അല്ലേ?
അവൻ മുമ്പിൽ ചിലപ്പോൾ പുറകിലേ പിടിക്കത്തുള്ളൂ. എന്താ കാര്യം? അവൻ കാണും തെങ്ങും മുട്ട മുഴുവൻ മൂത്രമൊഴിച്ചേ വരത്തുള്ളൂ. അവന് കാണുന്ന എന്തിനാണ് കാര്യം? ഈ വീട്ടുകാരൻ നഷ്ടപ്പെട്ടാലും അവൻ്റെ മൂത്രത്തിന് മണം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോകണം. പട്ടിക്ക് വളരെ കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കാണുന്നിടത്ത് എല്ലാം കാല് പൊക്കി മൂത്രമൊഴിച്ചുകൊണ്ട് പോകണത്. ഈ കാല് പൊക്കി മൂത്രമൊഴിക്കണ പട്ടികളെപ്പോലെ ആയിരിക്കരുത് ഉടമ്പടി. തിരിച്ചു പോകണമെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് വെരി സീരിയസ് തിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പലരുടെയും കുഴപ്പങ്ങൾ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് സംഭവം. ഉടമ്പടി 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ. എങ്ങാനും ഒരു 90 ദിവസം കൂടെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ 5:30 എഴുന്നേക്കണ്ട, ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങാമല്ല. അത് പട്ടി വഴിനീളെ മൂത്രം ഒഴിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? തിരിച്ചു പോകുന്നു. ഉടമ്പടിയിലും പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്താണ്? നീ പോകുന്ന ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും നീ ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോരരുത്. ഈ ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? അതാ ഒന്നുകൂടി വായിച്ച ഭാഗം ഒന്നുകൂടി വായിച്ചേ. അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. 24:8. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഇത് എൻ്റെ മക്കൾ വളരെ സീരിയസ്. ഇന്ന് വെളുപ്പിനെ ഈശോ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ കാര്യം? ഉടമ്പടിയുടെ വിഷയം നിയോഗം നിറവേറിയില്ലെങ്കിലും, ഉടമ്പടി എന്താണ്? എബ്രാഹത്തിന് ഇസഹാക്കിന് മകളെ കണ്ടെത്താൻ ഇസഹാക്കിന് നാട്ടിലോട്ട് പോവുകയാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് ജീവിത പങ്കാളെ കണ്ടെത്താൻ കഴിയണം. അപ്പം ഭൃത്യൻ ചോദിക്കണത് എന്താണ്? അവൾക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇത്രയും അകലെ വരാൻ താല്പര്യമില്ലെങ്കിലും എന്താ പറയുക, ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല. അതാണ് ആ ലൈൻ പോണ പോക്ക് കണ്ടല്ലേ. ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് നീ തിരികെ കൊണ്ടുപോകരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള വെർഡിക്റ്റാണ്. ഇതൊരു നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. നിൻ്റെ ഉടമ്പടി നിയോഗം ചില കാര്യങ്ങൾ ദൈവഹിതമാണെന്ന് വിചാരിച്ചു. ഇപ്പം നീ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉടമ്പടിയിൽ ഒരു സംശയമില്ലാത്തൊരാളാണ്. എന്നുവെച്ചാൽ ഞാൻ ഉടമ്പടിക്ക് മുമ്പൊരു കാലഘട്ടത്തെ ഫേസ് ചെയ്ത ആളാണ്. 86, 84 തുടങ്ങി. അച്ഛനായത് 85-ലാണെങ്കിലും ധ്യാനം ഞാൻ തുടങ്ങിയത് 84-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ധ്യാനഗുരുവാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയണത്, ഈ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറികളെല്ലാം എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഡിഫറൻസ് 3 ഇരട്ടിക്ക് കൂടുതലാണ്. ഇത് ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് പണ്ടാര ടൈം ഷോർട്ടണിങ് ആണ്. പെട്ടപ്പെടാന്നിങ്ങനെ. ഇപ്പം ഈ മെർലിനൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പ്രകാരം അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ദശാംശം തന്നെ ഞങ്ങൾ എടുത്തിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കും. ജിസസ് പോലുള്ള ആത്മീയ സംഘടനകൾക്ക് അവർക്ക് ശുശ്രൂഷകൾ കൂടാൻ കൊടുക്കും. അതുപോലെ തന്നെ എന്നെപ്പോലൊരു കുഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ജനിച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ കിട്ടിയ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. അപ്പം ഞാൻ അവളെ പോയി കണ്ടിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുണ്ടായിരുന്ന ചിലവ് എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത്. അവർ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത് അവൾക്കുണ്ടായിരുന്ന ചിലവ് ഞാൻ വഹിച്ചു ആ കാലങ്ങളെല്ലാം. അങ്ങനെ മനുഷ്യ ഉടമ്പടി ചെയ്യണത്. അവർ തിരിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു 1.5 വരവായിപ്പോയി. ദൈവമായ ഈശോയ്ക്ക് നന്ദി. കൃപാസനം അമ്മയുടെ കൈ പിടിച്ചാണ് ഞാനിവിടെ ഈശോയിലൂടെ ഇത്രയേറെ അടുത്തേക്ക് വന്നത്. ആ പരിശുദ്ധ മാതാവിനും നന്ദി. എൻ്റെ പേര് താര ശൈലേഷ്. ഇതെൻ്റെ ഭർത്താവ് ശൈലേഷ്. ഞങ്ങൾ ഉടമ്പടി എടുത്തത്
2023 ഒക്ടോബർ 18 ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് യൂട്രസിലൊരു അഡനോമയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സർജറി ഓപ്ഷനുള്ളൂ, മെഡിസിൻസ് ഇല്ല. അതിനൊരു സർജറിക്ക് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. മാനസികമായിട്ട് എനിക്ക് കുറച്ച് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെ അനുജത്തിയാണ് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവൾ പറഞ്ഞിട്ട് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് എന്നുവെച്ചാൽ ആകെ ഒരു അമ്പരപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ ടോക്കണൊക്കെ കൊടുക്കായിരുന്നില്ലേ, ആ ടോക്കണൊക്കെ കൊടുക്കുമ്പം ഞാൻ ബാക്കിലോട്ട് മാറി നിന്ന് എനിക്ക് വേണ്ട, ടോക്കൺ എടുക്കേണ്ട, എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 3 മാസം തികയണേക്ക് മുന്നേ തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോണതിൻ്റെ തലേ ദിവസം കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പം ഒരു നല്ലൊരു സ്മെല്ല്, അതായത് പനിനീർപ്പൂവിൻ്റെ സ്മെല്ല്. പനിനീർപ്പൂവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു 1000 പനിനീർപ്പൂക്കൾ കുത്തി വന്നൊരു സ്മെല്ല്. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ അയ്യോ മാതാവ് വന്നതാണ്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ എന്ന്. ഒന്നുകൂടി ഞാൻ ശ്വാസം വലിച്ചു, ഒന്നുകൂടി കിട്ടി. 2 നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ വിളിക്കാൻ നോക്കിയപ്പോഴേക്കും സ്മെല്ല് പോയി. അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നന്നായിട്ട് എനിക്കുണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്ത് സ്കാനിങ് ടേബിളിൽ സ്കാൻ ചെയ്യാൻ പോയി. സ്കാനിങ് ടേബിളിൽ ഇരിക്കുമ്പം കാശ് രൂപ മുറുക്കെ പിടിച്ചാണ് സ്കാൻ ചെയ്യാൻ കിടക്കണത്. സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു തൻ്റെ യൂട്രസ് പഴയ സൈസ് തന്നെയാണ് ഇപ്പോഴും, ഒന്നും ചെയ്യണ്ട, അധികം പെയിനുമില്ല, ബ്ലീഡിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ, സർജറി വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രോഗം മാറണം എന്നായിരുന്നില്ല, സർജറി ഒഴിവാക്കി തരണം എന്നായിരുന്നു. അതുപോലെ തന്നെ മാതാവ് സർജറി ഒഴിവാക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ ഈ കാശ് രൂപം കൈ പിടിച്ചാണ് ഞാൻ എവിടെയും പോണത്. അങ്ങനെ പോകുമ്പം 3 പ്രാവശ്യം ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്ന് വിറച്ചായിരുന്നു. എന്നുവെച്ചാൽ 3 ദുരന്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി ജീവിതത്തിൽ. ഒന്ന് ഏട്ടന് ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടാവണേന് 2-3 ദിവസം മുന്നേ ഈ കയ്യിലിരുന്നത് ഇങ്ങനെ വൈബ്രേറ്റ്, ഇങ്ങനെ അമർത്തി പിടിച്ചാണ് ഞാൻ പോണത്. അങ്ങനെ പോകുമ്പം കയ്യിലിരുന്നത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു. അതായത് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് ചെറിയ ചെമ്മീനൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഇറുക്കായിരുന്നു ചെറുതിലെ. ഞാൻ അങ്ങനെ ഇറുക്കുമ്പോൾ ഒരു പൊടിയണ പോലത്തെ ഒരു പെടയണ പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അതുപോലൊരു ഫീലിങ്സ് വന്നു. അത് പിന്നെ അതുപോലെ വേറൊരു ദുരന്തമായിട്ട് എൻ്റെ ഒരു വ്യാജ ചെക്ക് കേസ് വന്നായിരുന്നു. അതിനു മുന്നും ഇതുപോലെ തന്നെ പിടഞ്ഞു. പിന്നെ എൻ്റെ ഇതിനകത്ത് 2-3 പേരായിട്ട് ഒരു ലോൺ പ്രശ്നത്തിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ പിടഞ്ഞായിരുന്നു. എനിക്കന്നറിയില്ല അതിൻ്റെ സൂചന എന്തായിരുന്നെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാതാവ് എനിക്ക് തന്ന, ഈശോ എനിക്ക് തന്ന ഒരു സൂചനയായിരുന്നു. നിനക്ക് ദുരന്തം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സൂചന. അങ്ങനെ മാതാവ് അടയാളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മെഴുകുതിരിയിലും കത്തുന്ന തിരിയിലൊക്കെ അടയാളങ്ങൾ കണ്ട് ഒരുപാട് അടയാളങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചായിരുന്നു. കടബാധ്യതകളിൽ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുത്തു. ഫെബ്രുവരിയിൽ തന്നെ, പിന്നത്തെ കൊല്ലം ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോൾഡ് ലോണും അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഒരു 8 ലക്ഷത്തോളം കടബാധ്യതകളുണ്ടായിരുന്നു. അത് തീർത്ത് തന്ന്. പിന്നെ ഇപ്പം ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിരുന്നില്ല എന്നാളിൽ. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പുതുക്കിയപ്പം നിയോഗത്തിൽ വെച്ചായിരുന്നു 15 ലക്ഷത്തിൻ്റെ ഒരു ഭവന വായ്പയുണ്ട്.
ആ ലോൺ ക്ലോസ് ചെയ്താൽ ആധാരം കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്യണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ആധാരം കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏട്ടന് നല്ല നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക്. നല്ല നല്ല വർക്കുകൾ കിട്ടി, നല്ല നല്ല ലാഭങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനവും ഐശ്വര്യവും എല്ലാം എൻ്റെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഏട്ടൻ പറയും. ഈശോനും മാതാവിനും നന്ദി. ഞാൻ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ സൈറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വന്നിടിച്ചു, എന്നെ തെറിച്ചു 1 മീറ്ററോളം ഞാൻ ഇറങ്ങി. എൻ്റെ ശരീരം മൊത്തം തൊലിയെല്ലാം പോയി. ദൈവത്തിൻ്റെ ഭാഗ്യത്തിനാൽ, ഈശോൻ്റെയും മാതാവിൻ്റെയും ഭാഗ്യത്തിനാൽ എൻ്റെ ഒടിവും ചതവൊന്നും ഉണ്ടായില്ല. ഈ വണ്ടി നിർത്താതെ പോയി. ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ഒന്നുമേ കാണുന്നില്ല. നേരെ അവിടെ നിന്ന് വരുന്ന ചേട്ടന്മാരാണ് എന്നോട് പറഞ്ഞത്, ഈ കാറ് അവിടെ ഒരു വളവിൽ പോയി ഒരു തെങ്ങും മലിടിച്ചു, അവർക്ക് ഫുള്ളായിട്ട് വണ്ടി തകർന്നെന്ന്. അങ്ങനെ അവർക്കും ഒന്നും പറ്റിയില്ല, വണ്ടികൾ 2 തകർന്നു. വണ്ടി തകർന്നെങ്കിലും ആളുകൾ കണ്ടാൽ പറയും ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്ന് ഓർക്കും. അതുപോലെ ആയിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അത്ഭുതമായി രക്ഷപ്പെടുത്ത ഈശോവിനും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ പറയാനുള്ളത്, എനിക്കൊരു 9 വർഷമായി ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാണ്ട 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡെയിലി വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥനകളും കാലത്തെ ഡെയിലി ബ്രെഡും എല്ലാം ഞങ്ങൾ കേൾക്കുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ 1.5 ലക്ഷം രൂപ അവർ ഞങ്ങളെ വിളിച്ചു തന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നത്, എല്ലാ മാസവും ഇവിടെ വന്ന് കറക്റ്റ് പത്രം വാങ്ങിക്കും. അത് ആസ്പത്രികളിലും ഒക്കെ പോയി, ആസ്പത്രികളിലും പറവൂര് ടൗണിലൊക്കെ നടന്ന് കൊടുക്കായിരുന്നു. ആസ്പത്രികളിൽ ചെല്ലുമ്പം രോഗികളെ കണ്ട് സംസാരിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനോ ഫുഡ് വാങ്ങിക്കാനൊക്കെ ഉള്ള ക്യാഷുകളൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിക്കായിരുന്നു. പിന്നെ GPay ചെയ്ത് ഓരോ രോഗികൾക്കും ക്യാഷ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ബഡ്സ് സ്കൂളുകളിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് അവരോടൊപ്പം കഴിച്ച് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ജപമാല എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ജപമാലയൊക്കെ യൂട്യൂബ് നോക്കി 4 ജപമാലകളും പ്രകാശത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, അങ്ങനെ 4 ജപമാലകളൊക്കെ ഞാൻ പഠിച്ച് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത്, മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അതുപോലെ പത്രം കൊടുക്കുമ്പം പ്രാർത്ഥനകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കൂട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അടുത്തുള്ള ക്യാൻസർ പേഷ്യൻസുകളൊക്കെ ചെന്ന് കാണും. റെസിഡൻസിൻ്റെയൊക്കെ കീഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത് എല്ലാവരെയും സഹായിക്കായിരുന്നു. പിന്നെ ബൈബിൾ വായന 1/2 മണിക്കൂർ തീർച്ചയായിട്ടും മുടങ്ങാതെ ചെയ്യും. ജപമാല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും മുടക്കാതെ ചൊല്ലും. ഞങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ജപമാല വെച്ചിട്ട് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി, ഇതല്ല കേട്ടോ പറയാൻ ഒരുപാടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്നും അതുപോലെ തന്നെ ജീവിക്കും. ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഭക്തിയും എല്ലാം നൽകി നല്ല പ്രഭാപൂരിതമായിട്ട് തന്നെയാണ് ഈശോയും മാതാവും ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. I thank my Lord Jesus Christ and Mother Mary for blessing us and standing in front of this main Kripasanam Marian shrine. First of all, my mother was in covenant from 2029, so I was also knowing what was Marian covenant and everything. But I didn't take an online covenant or anything like that. But before going to Sweden, right on September 22, we came here, we took the covenant and we went to Sweden.
But when we went to Sweden, we had to face so much of obstacles because I went there as a student. So to get a part-time job, it was not easy to get a part-time job. We had to struggle a lot initially, but by the blessings of Jesus Christ and Mother Mary, we got part-time like within a period of 1 month. My husband got a part-time, and later after 3 months, I also got a part-time. Then I went there as a student, but my student life was not too easy because so many obstacles I had to face. Like my professor was not too friendly or anything because he was showing so much of partiality for the Indian students. But I used to use the holy salt in my college wherever I used to sit and study. And by that grace only, I was able to pass my college without any obstacles or anything. I was able to pass at the first attempt. I cleared all my exams and everything by the grace of Lord Jesus Christ and Mother Mary. And my third testimony is that we were like waiting for a work permit from Sweden because my stay back period was getting over. And in order to continue over there, we need to have a work permit. So we were continuously praying and we were having so much of obstacles also. But by the grace of God, my husband's company, they decided to give him a work permit so that we had to exit the country, then go back. We came here on 1st of October, we came to India. And on 12th, I renewed my covenant. And on 25th of October, we both attended the rally of 2025. And the next day, while praying the morning prayers, we could see Mother Mary's presence in our candle. And also in Sweden, we used to see rainbows. Certain times, like when we were down, when we were disturbed, distressed, we used to see the rainbow every time. So we knew that Mother Mary's presence was always there with us throughout every obstacles. And on January 16th, we came here and we saw Father Joseph. We received the blessings from the Father. And right after 30 days, we got our visa sanctioned. Like on February 16th, we got our visa approved by God's grace. Actually, I'm very thankful to my Lord Jesus Christ and Mother Mary for giving us such a big blessing. And we are like going back to Sweden on 22nd of March. And while reading the Bible, once I used to read the Bible when I'm working, when I'm studying, whenever I get free time, I used to read the Bible a lot. At one point of time, when I was reading the Bible, especially from Genesis, when I was going through God blessed Joseph at the age of 30. So something struck me, like some shocking incident. I felt like something shivering through my body. And while reading, I read it. Then I got to notice that next month I am also becoming 30 years old. Then I got a realization that Jesus did all his ministries at the age of 30. Then I started praying to God and Mother Mary, I'm going to become 30. Bless us throughout all our obstacles because everything is in your hand. Whatever we have got is not by our merit. It's all because of by God's grace and blessings. That's the only thing that we have got. And there, since we have certain obstacles for doing the missionary activities, but I was very much active in doing everything. I used to distribute the Krupasanam newsletters in our church, and first I distributed it to while doing my confession, I distributed it to my Poland priest. I told a priest that okay, there is a church in my place Kerala, and he blessed me and he told me this is a very good thing that you're doing. You have to always share God's messages and blessings to all the people around the world, and may God bless you to do all that. And that was actually a real inspiration for me. Then I started distributing it to our church members and like verbally saying to the people about the blessings of Mother Mary, and whoever all in trouble, I used to go near them. I used to use the holy oil and holy salt and everything and pray for them also. And for doing the ministries and all, we used to send every certain amount of money to our parents to do the charity works, because charities, we can't do it so much in Sweden. So every month we pay a certain amount of money to our parents to do a charity right over here in Kerala. With this, I conclude my covenant. And at the same time, I want to say one more thing. Like while I came here to renew my covenant today,
When I was about to go to I renewed my covenant, and when I was go to take, while standing in the queue to take Mother Mary, everybody was in a rush to take the token, but I kept very silent and I was standing behind. The Chechi over there came near me and she gave me a token saying that you can carry Mother Mary with you. Actually, I was very happy. This is the first time I'm carrying Mother Mary. Along over here I came. I was feeling so blessed that I'm over the moon. I thank my Lord Jesus Christ. I love you, my Lord Jesus Christ, and Mother Mary for all the blessings that is showered for both of us. Thank you.